നമസ്കാരം. ഷെക്കിന ബിഗ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അമേരിക്ക അവരുടെ യുദ്ധസന്നാഹങ്ങൾ ഇറാന് ചുറ്റും വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലും ഒരുക്കത്തിൽ തന്നെയാണ്, അവരുടെ ആ ഒരു അവസാനഘട്ട തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇസ്രായേൽ എന്ന രാജ്യവും. എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം മധ്യപൂർവേഷ്യയെ ഇങ്ങനെ തുറച്ചു നോക്കുന്ന ഒരു അവസ്ഥ. ചർച്ചകൾക്ക് ഇനി പ്രസക്തിയില്ലേ? ഒപ്പം തന്നെ ഇറാൻ വലിയൊരു കടുംപിടുത്തത്തിൻ്റെ ആ ഒരു ശൈലിയാണോ സ്വീകരിക്കുന്നത്, പ്രത്യേകിച്ച് ഈ ആണവ കരാറ് അല്ലെങ്കിൽ ആണവ ഇഷ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്? മാത്രമല്ല, ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്തൊക്കെ, അവിടെ ആ ഒരു സംഘർഷം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു എന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്തൊക്കെ, ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു അന്താരാഷ്ട്ര നിരീക്ഷകൻ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകനും അധ്യാപകനും കൂടിയായിട്ടുള്ള ഡോക്ടർ സാബു തോമസ്, ഒപ്പം തന്നെ ഇസ്രായേലിൽ നിന്നും ശ്രീമതി സിനി ജോസഫിനെയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. മൂന്ന് പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, നമ്മൾ ഈ ഒരു വിഷയം പല രീതിയിൽ പല ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിൻ്റെ ഒരു ക്ലൈമാക്സ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണോ ഇപ്പോൾ മധ്യപൂർവേഷ്യയിൽ നമുക്ക് ലഭിക്കുന്നത്? ചർച്ചകൾ ഒരു പരാജയത്തിൻ്റെ ഒരു ഘട്ടത്തിലൂടെയാണോ കടന്നു പോകുന്നത്? ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി. ചർച്ചകളിൽ നിന്ന് ആരും വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു ക്ലൈമാക്സ് പോയിന്റ് എന്ന് പറയുന്നത് ഒരുപാട് പ്രാവശ്യം നമ്മൾ ക്ലൈമാക്സ് എത്തിയോ എന്നും പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പൊ ഒരു CNN റിപ്പോർട്ടും ആക്ഷൻ റിപ്പോർട്ടും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം വരുന്നത് ഒരു വാറിനുള്ള സാധ്യത 90% ആണ് എന്നുള്ളതാണ്. അമേരിക്ക ഇറാനെ സ്ട്രൈക്ക് ചെയ്യാനുള്ള സാധ്യത 90% എന്നാണ് CNN-ഉം ആക്ഷൻ ന്യൂസുകളും ഒക്കെ അസസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവർക്ക് ട്രംപിന്റെ അടുത്തുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഈ വെസ്റ്റ് ഏഷ്യ റീജിയനിലേക്ക് അമേരിക്കയുടെ 55 മുതൽ 65 വരെ ഫൈറ്റർ ജെറ്റുകൾ എത്തിയിട്ടുണ്ടെന്നാണ്. അപ്പൊ ഓൾറെഡി അവിടെ വലിയ ബിൽഡപ്പ് ഉണ്ട്. അപ്പൊ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇത്രയും വലിയ ഒരു വിമാനങ്ങളുടെ വ്യൂഹം ഈ ഭാഗത്തേക്ക് സഞ്ചരിച്ചെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് പറയുന്നത് സാറ്റർഡേ ഒരു ലാസ്റ്റ് ഡേറ്റ് എന്നുള്ള നിലയ്ക്കാണ്. സാറ്റർഡേയുടെ ഉള്ളിൽ സ്ട്രൈക്ക് നടന്നിരിക്കുമെന്നാണ് മിക്കവാറും മാധ്യമങ്ങളൊക്കെ അവരുടെ ഊഹമായിട്ട് ഇപ്പോൾ പറയുന്നത്. അപ്പം കഴിഞ്ഞ ചർച്ചയുടെ ശേഷം, കഴിഞ്ഞ സെക്കൻഡ് റൗണ്ട് ചർച്ചയുടെ ശേഷം ഉണ്ടായിരുന്ന ഒരു ധാരണ, അമേരിക്ക ഇറാന് 2 ആഴ്ചത്തെ സമയം നൽകിയിട്ടുണ്ട് എന്നൊരു ധാരണയായിരുന്നു ഈ കഴിഞ്ഞ ട്യൂസ്ഡേ നടന്ന ചർച്ചയുടെ ശേഷം ഉണ്ടായിരുന്ന ഒരു പൊതുധാരണ. പക്ഷെ അങ്ങനെ ഒരു 2 ആഴ്ചത്തെ ഇതില്ല. ഇതിപ്പോ ഈ സാറ്റർഡേ കൊണ്ട് തീരാണ്, ഈ സാറ്റർഡേ സ്ട്രൈക്ക് ചെയ്യും എന്നുള്ള ധാരണയിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ അത് ഈ ഹോർമുസ് കടലിടുക്കില് ഇറാൻ നടത്തിയിട്ടുള്ള ഈ സൈനിക അഭ്യാസമായിരിക്കണം അതിന് കാരണമായിട്ടുള്ളത് ഞാൻ വിചാരിക്കുന്നു. കാരണം ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത് അത്രത്തോളം അമേരിക്കയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അമേരിക്കയുടെ സുഹൃത്തുക്കളെ സംബന്ധിച്ച് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പം കുവൈറ്റ് ആയിക്കൊള്ളട്ടെ, ബഹ്റൈൻ ആയിക്കൊള്ളട്ടെ, ഖത്തർ ആയിക്കൊള്ളട്ടെ, UAE ആയിക്കൊള്ളട്ടെ, സൗദി അറേബ്യ ആയിക്കൊള്ളട്ടെ, അവരെല്ലാവരും ഈ ഹോർമുസ് സ്ട്രെയിറ്റിന്റെ ഉള്ളിൽ വരുന്ന രാജ്യങ്ങളാണ്. ഹോർമുസ് സ്ട്രെയിറ്റിന്റെ ഒരു ഭാഗത്ത് വരുന്നത് ഇറാനാണ്, മറുഭാഗത്ത് വരുന്നത് ഒമാനാണ്. രണ്ടുപേർക്കും അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് 12 നോട്ടിക്കൽ മൈലിനാണ് ഒരു രാജ്യത്തിന് അതിന്റെ സമുദ്രത്തിന്റെ മുകളില് കൺട്രോൾ വരുന്നത്. അപ്പം ഈ ഹോർമുസ് കടലിടുക്കില് ഒമാന്റെയും ഇറാന്റെയും കൺട്രോൾ നോക്കിയാല് ഈ 12 മുതൽ 24 നോട്ടിക്കൽ മൈലിനെ വീതിച്ചെടുക്കാൻ മാത്രമുള്ള വീതി പോലും ഈ സ്ഥലത്ത് ഇല്ല. ഇവരുടെ രണ്ടുപേരുടെയും കൺട്രോൾ ഇതിന്റെ മേലെ ഓവർലാപ്പ് ചെയ്തു വരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. കൂടാതെ ഇറാനെ സംബന്ധിച്ചുള്ള അഡ്വാൻറ്റേജ്, ഹോർമുസ് കടലിടുക്കിൽ പല ദ്വീപുകളുണ്ട്. ആ ദ്വീപുകളെല്ലാം ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ദ്വീപുകളാണ്. അതിന്റെ ഈസ്റ്റേൺ സൈഡിലേക്കുള്ള ദ്വീപുകളെല്ലാം ഇറാന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അപ്പൊ ആ ദ്വീപുകളിൽ നിന്നൊക്കെ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഹോർമുസ് കടലിടുക്കിനെ തൊട്ടു എന്ന് പറയുന്നത് ഗൾഫ് റീജിയനിലുള്ള എല്ലാ രാജ്യങ്ങളെയും അതിതീവ്രമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത് വെച്ച് താമസിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഒരുപക്ഷെ ട്രംപിന് വല്ല പ്രഷർ ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഹോർമുസ് കടലിടുക്കിന്റെ മേലെയുള്ള ഇറാന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചും എന്നും അവരുടെ ഉള്ളിലെ ഒരു ഭീതിയാണ്. കാരണം അവരുടെ ബിസിനസ് മുഴുവൻ നടക്കുന്നത് ഈ ഹോർമുസ് സ്ട്രെയിറ്റിലൂടെയാണ്. ആ ഹോർമുസ് സ്ട്രെയിറ്റിനെ അടയ്ക്കാനുള്ള ഇറാന്റെ ഒരു സാധ്യത, കാരണം ഇറാനെ സംബന്ധിച്ച് ഹോർമുസ് സ്ട്രെയിറ്റ് അടച്ചാലും അവർക്ക് അറബിക്കടലിലേക്ക് അവരുടെ രാജ്യത്തിന് തന്നെ റീച്ച് ഉണ്ട്.
നേരെ മറിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ രാജ്യങ്ങൾക്ക് കുവൈറ്റ് മുതൽ ഇങ്ങോട്ട് വരുന്ന കുവൈറ്റിനും സൗദി അറേബ്യയ്ക്കും ബഹ്റൈനും ഖത്തറിനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനും ഈ ഹോർമസ് സ്ട്രെയിറ്റ് കടക്കാതെ വേറെ രക്ഷയൊന്നുമില്ല. അതൊക്കെ അടച്ചു കഴിഞ്ഞാൽ അവർ അതിനകത്ത് പെട്ടുപോകും, പേർഷ്യൻ ഗൾഫിനകത്ത് പെട്ടുപോകും. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് അങ്ങേയറ്റം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സുഹൃത്ത് രാജ്യങ്ങളാണ്. അപ്പൊ അവരുടെ മേലെ വന്ന ഈ കഴിഞ്ഞ ആ ചർച്ചയുടെ ഇടയിലൂടെ തന്നെ ഇറാൻ അവിടെ ഒരു മിലിറ്ററി എക്സസൈസ് കൊണ്ടുവന്നതാണ് ഒരുപക്ഷെ ഈ പ്രകോപനം ഇത്രയും ക്ലൈമാക്സിലേക്ക് എത്തിക്കാനിടയായ കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. മറുഭാഗത്ത് ഒമാൻ അതിന്റെ മേലെ നിയന്ത്രണം ഉണ്ടെങ്കിലും ഒമാൻ അത്തരം ഒരു മിലിറ്ററി നിയന്ത്രണം അതിന്റെ മേലെ ഏറ്റെടുക്കാൻ ഒമാൻ ഒരിക്കലും തയ്യാറാവാറില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം ആ സ്ട്രൈറ്റ് പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ ഇറാന് സാധിക്കും എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതാണ് ഇപ്പോഴത്തെ ആ പെട്ടെന്നൊരു ബേസ്റ്റിംഗ് സിറ്റുവേഷനിലേക്ക് അത് എത്താനുള്ള സാധ്യത കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇസ്രായേൽ ഇതിനു മുൻപ് തന്നെ വാർ പ്രിപ്പയർനെസ് നേരിട്ട് ട്രംപിനെ കണ്ട് അറിയിച്ചതാണ്. അവര് 100% തയ്യാറാണെന്നും ഇതിനു മുമ്പ് തന്നെ സ്ട്രൈക്ക് ചെയ്യേണ്ടതാണെന്നുമായിരുന്നു അവരുടെ കാൽക്കുലേഷൻ. അവരുടെ കാൽക്കുലേഷൻ ശരിയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഹോർമുസ് കടലിടുക്കിൽ പകുതി ഭാഗം അടച്ചിട്ടുകൊണ്ട് മിലിറ്ററി എക്സസൈസ് നടത്തുന്ന ഇറാന്റെ പ്രവൃത്തി കാണിക്കുന്നത്. കാരണം ഇറാനെ സംബന്ധിച്ച് ഇറാനെ അറിയുന്നത് ശരിക്കും ഇസ്രായേലാണ്. ട്രംപിന് ഒരുപക്ഷെ ഇറാനെ അത്രത്തോളം പരിചയമില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ ഒരു കാരണവശാലും വഴങ്ങി കൊടുക്കില്ല. കാരണം അവരുടെ മോട്ടോയാണ് ഡെത്ത് ടു അമേരിക്ക എന്നുള്ളത്. ഡെത്ത് ടു അമേരിക്ക എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് ഒന്നുകിൽ അമേരിക്കയെ കൊല്ലുക ഇല്ലെങ്കിൽ സ്വയം ഭരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ നിന്ന് ഇവർ പിന്നോട്ട് പോലും തിയോക്രാറ്റിക് റെജീമാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഡെമോക്രാറ്റിക് റെജീം. അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടമുണ്ട് എന്നുള്ളത് ചുമ്മാ പേരിന് മാത്രം ഇരിക്കുന്ന സാധനമാണ്. അതിന്റെ മുകളിൽ ഖമനേയി എന്ന് പറയുന്ന തിയോക്രസിയാണ് അവിടെ റൂൾ ചെയ്യുന്നത്. തിയോക്രസി ഇറ്റ് ഈസ് ബ്ലൈൻഡ്. അവരെ സംബന്ധിച്ച് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവരൊരിക്കലും ജൂതന്റെ മുമ്പിൽ അവർ തലകുനിക്കില്ല. അവന് ക്രിസ്ത്യൻ അമേരിക്കയുടെ മുമ്പിൽ അവൻ തലകുനിക്കില്ല. അവൻ തലകുനിക്കുന്നതിനേക്കാൾ അവൻ മരണം സ്വീകരിക്കത്തേ ഉള്ളൂ. സോ ആത്മഹത്യാപരമായ ഒരു തീരുമാനത്തിലേക്കാണ് ഇറാൻ എത്തിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ഈ വലിയ ബിൽഡപ്പിന് കാരണമായിട്ടുള്ളതെന്നും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ശ്രീ ഡോക്ടർ സാബു തോമസ്, നമുക്കറിയാം കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഡോക്ടർ ജോസ് ജോൺ മല്ലിശ്ശേരി സൂചിപ്പിച്ചതുപോലെ ഒരു സൂയിസൈഡൽ മിഷനിൽ തന്നെയാണ് ഇറാൻ അല്ലെങ്കിൽ ഇറാന് നേതൃത്വം നൽകുന്ന ഈ ഖമേനി ഭരണകൂടം. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഖമേനി വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുണ്ട്. അതായത് US വാർഷിപ്പ് അത് മുക്കിക്കളയും, അതിനെതിരെ അറ്റാക്ക് ഉണ്ടാവും, അമേരിക്കയുടെ ഗൾഫ് ബേസുകൾ ആക്രമിക്കും എന്നൊക്കെ. നമുക്കറിയാം മുച്ചൂട് മുടിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പോലും ഈ ഖമേനിക്ക് ഈ ഒരു കോൺഫിഡൻസ് എങ്ങനെ ലഭിക്കുന്നു? അതിന്റെ ഒരു സീക്രട്ട് എന്താണ് ഡോക്ടർ സാബു തോമസ്? തീർച്ചയായും ഇത് ഈ ഒരു പോയിന്റാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഖമേനിക്ക് എങ്ങനെയാണ് ഒരു കോൺഫിഡൻസ് ഉണ്ടായത് എന്നൊരു പ്രശ്നം. അത് വാസ്തവത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇറാൻ എവിടെയാണ് നിൽക്കുന്നത് ലോകരാഷ്ട്രങ്ങളുടെ ഒരു പട്ടികയിൽ? വാസ്തവത്തിൽ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള രാജ്യമാണ്. മറ്റ് നിരവധി പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഇന്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഒരു നല്ല ഭരണകൂടം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, നല്ല രാഷ്ട്രീയാവസ്ഥ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രങ്ങളിലൊന്നായിട്ട് മാറാമായിരുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ എന്ന് നമുക്ക് മറക്കാൻ പാടില്ല. കാരണം ലോകത്തിലെ മിനറൽ റിസോഴ്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തിലെ ഒരു കണക്കുകളനുസരിച്ച് 7ാമത്തെ ഏറ്റവും വലിയ മിനറൽ ശേഖരമുള്ള അവിടെയാണ്. ഒപ്പം തന്നെ ഇപ്പൊ പറഞ്ഞൊരു കാര്യം, എന്തുകൊണ്ട് തന്നെ രണ്ടാമത്തെ എൻ്റെ ഒരു വീക്ഷണം ഇതാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഇറാൻ മിക്കവാറും എല്ലാ രാജ്യങ്ങളുടെയും സുഹൃത്താണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇസ്രയേലിനെയും ഒപ്പം അമേരിക്കയും കുറച്ചൊക്കെ സൗദി അറേബ്യയും UAE ഒഴിച്ചു നിർത്താം. UAE അവർക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. പക്ഷെ അതേസമയം ചൈനയായിട്ടാണെങ്കിലും ഇന്ത്യ ആയിട്ടാണെങ്കിലും പാകിസ്ഥാനായിട്ടാണെങ്കിലും അയൽ രാജ്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഒരുവിധം കുഴപ്പമില്ലാത്ത ട്രേഡ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചൈനയുടെ കാര്യം നമുക്ക് എടുക്കാം. ചൈനയുമായിട്ട് ഇറാന്റെ ട്രേഡ് ഏതാണ്ട് ഒരുപക്ഷെ $13.37 ബില്യൺ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് 2.33 ബില്യൺ. 2024-25 കണക്കാണ് എൻ്റെ കൈവശമുള്ളത്. പാകിസ്ഥാനുമായിട്ട് ഏതാണ്ട് അതേ തരത്തിലുള്ള ഒരു ട്രേഡ് അവിടെയുണ്ട്. അപ്പോൾ അഗൈൻ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള അവരുടെ ബന്ധം, ഗൾഫിലെ മറ്റു രാജ്യങ്ങളുമായിട്ട് അവരുടെ ബന്ധം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വിധത്തിൽ ഭേദപ്പെട്ട ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുന്ന രാഷ്ട്രമാണത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സന്നാഹം വരുമ്പോൾ റഷ്യയുടെ ഇടപെടൽ. റഷ്യ അവിടെ ഒരു ജോയിന്റ് ട്രയലിന് വേണ്ടി ജോയിന്റ് ആയിട്ടുള്ള ഒരു നേവൽ എക്സസൈസ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഒമാൻ കടലിടുക്കിൽ ഒരു എക്സസൈസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വെനിസുലയിൽ നടത്തിയൊരു ഓപ്പറേഷൻ പോലെ അത്ര എളുപ്പമായ ഒരു ഓപ്പറേഷൻ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് മിഡിൽ ഈസ്റ്റിന്റെ മൊത്തം ഇക്വേഷൻ മാറ്റി മറിക്കുന്ന
ഒരു അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഇക്വേഷൻ മാറ്റിമറിക്കാവുന്ന ഒരു വിഷയമായി മാറിയെന്നിരിക്കാം. യുക്രൈൻ പോലെയും ആയിരിക്കണമെന്നില്ല. കാരണം ഇതുണ്ടാക്കുന്ന നേരത്തെ പറഞ്ഞ തിയോക്രസിയുടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അവിടെ വീണ്ടും തിയോക്രസി ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ് അറ്റാക്ക് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഉണ്ടാക്കാവുന്ന അത് ലോകത്തുണ്ടാക്കാവുന്ന മറ്റു പ്രശ്നങ്ങൾ കൂടി ട്രംപ് പരിഗണിക്കേണ്ടി വരും. പക്ഷെ പലപ്പോഴും പരിഗണിക്കുന്നില്ലെങ്കിൽ കൂടി ഇവിടെ അത്ര എളുപ്പത്തിലുള്ള ഒരു കീഴടങ്ങലോ ഒരു അറ്റാക്കോ ട്രംപിന് സാധ്യമല്ല. അത് ട്രംപിനും അറിയാം. അതുകൊണ്ടാണ് പലപ്പോഴും അവരുടെ വിദേശ വക്താക്കളൊക്കെ തന്നെ ഇതൊരു മുന്നറിയിപ്പുകൾ പലതവണ കൊടുക്കുന്നു. പക്ഷെ നേരിട്ടൊരു ആക്ഷന്റെ കാര്യത്തിൽ എപ്പോഴും അവർ മടിക്കുന്നത് അതിൻ്റെ കോൺസിക്വൻസ് വിചാരിക്കുന്നത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. UK ആയിട്ടാണെങ്കിലും അവരുടെ ബന്ധം, റഷ്യ ആയിട്ടുള്ള ബന്ധം, യൂറോപ്യൻ യൂണിയനായിട്ടുള്ള ബന്ധം, ഗൾഫിലെ മറ്റ് രാജ്യങ്ങളുമായിട്ട്, ഗൾഫ് ഏരിയയിലെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ ഒരു പക്ഷേ അഗെയിൻ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ OIC ആയിട്ടുള്ള ബന്ധം, ഇതൊക്കെ ഒരു സംഘർഷാവസ്ഥ വന്നാൽ അവരെ പിന്തുണയ്ക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ആ കോൺഫിഡൻസിന്റെ പുറത്താണ്. ആൻഡ് അഗെയിൻ അവിടുത്തെ പൊളിറ്റിക്സ്, ഡെമോക്രസി അല്ലെങ്കിലും തിയോക്രസി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ദേശീയത ഉണ്ടാക്കുന്നതിന് വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു ഫൗണ്ടേഷൻ. അതുകൊണ്ടാണ് ഇറാനിൽ നടക്കുന്ന വിപ്ലവങ്ങൾ, അടുത്ത കാലത്ത് നടന്ന 2 വലിയ സംഭവങ്ങൾ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിപ്ലവവും ഒരു അറബ് സ്പ്രിങ്സ് പോലെ ഒരു വലിയ വിജയമായി പോവാത്തതിന്റെ കാരണവും ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ കാരണങ്ങളാണ്. അത് അവരുടെ അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ അമേരിക്ക എന്ത് ചെയ്യുമെന്ന് പലർക്കും പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. പക്ഷെ എളുപ്പമായിരിക്കില്ല, വെനിസ്വേല പോലെ എളുപ്പമായിരിക്കില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ മേലുള്ള ഒരു കടന്നു കയറ്റം. അത് അമേരിക്കയ്ക്കും അറിയാമെന്നാണ്, ഒരുപക്ഷെ ലോകത്തിനും അറിയാമെന്നുകൊണ്ടാണ് റഷ്യ ഇവിടെ എത്തുന്നതും. ഇനി ആരൊക്കെ കൂടെ വരുമെന്നുള്ളത് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കാണാം. അമേരിക്ക സഹായിക്കാൻ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത്. കാരണം ട്രേഡ് വാറുമായി ബന്ധപ്പെട്ട് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള അമേരിക്കയുടെ ടെൻഷൻസ്, ഇതൊക്കെ ഒരു റിയൽ സിറ്റുവേഷൻ വരുമ്പോൾ, ഒരു ഫീൽഡിലേക്ക് വരുമ്പോഴേക്ക് എങ്ങനെയാവുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ അറ്റാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രൈം മൂവർ അമേരിക്ക ആകാനുള്ള സാധ്യത വിരളമല്ലേ? നമുക്ക് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്, ഇസ്രായേൽ ആദ്യം കയറി അറ്റാക്ക് ചെയ്യുന്നു, ഇറാൻ തിരിച്ചടിക്കുന്നു. അപ്പോൾ അതിനെതിരെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അമേരിക്ക ആ യുദ്ധത്തിലേക്ക് വരുന്നു. അതായത് യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുക എന്നൊരു തന്ത്രം. അതായത് അമേരിക്ക ആദ്യം കയറി അറ്റാക്ക് ചെയ്യില്ല, ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നു, ഇറാൻ തിരിച്ചടിക്കുന്നു. ഒരു പക്ഷേ ഇസ്രായേൽ വളരെ അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് പോകുമ്പോൾ അമേരിക്ക അതിൽ ഇടപെടുന്നു, അമേരിക്കയുടെ നയങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യം അവിടെ ഇറാനിൽ നടപ്പാക്കുന്നു. അങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിരിക്കും അവർ സ്വീകരിക്കാൻ സാധ്യതയുള്ളത്, ഡോക്ടർ സാബു തോമസ്? തീർച്ചയായും അത്തരം ഒരു സാധ്യത നമുക്ക് കാണും. കാരണം അമേരിക്ക ലോകത്ത് നടന്ന യുദ്ധങ്ങളിലൊക്കെ, ഇടപെട്ട യുദ്ധങ്ങളിലൊക്കെ അവരെപ്പോഴും യുദ്ധം അവർക്ക് എന്നും ഒരു ബിസിനസ് ആയിരുന്നു. ട്രംപിന്റെ കാലഘട്ടത്തിലാകുമ്പോഴേക്കും ഇത് കുറെ കൂടി വലിയൊരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ നേരിട്ട് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, വിയറ്റ്നാമിന് ശേഷം ഈ നേരിട്ടുള്ള ഇൻവോൾവ്മെന്റിന്റെ അപകടം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നേരിട്ടൊരു ആക്ടറായി മുന്നോട്ട് വരുമോ എന്നുള്ളത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ പോലൊരു രാഷ്ട്രത്തിന്റെ സപ്പോർട്ടിനായിട്ട് ഐഡിയോളജിയിലൊക്കെ മാറ്റിവെച്ചാലും അവരുടെ ട്രേഡ് പാർട്ട്നേഴ്സ്, പിന്നെ ലോകം ഒരു യൂണിപോളാരിസത്തിലേക്ക് നീങ്ങുന്നതിനെ ആ അപകടത്തെ മുൻകൂട്ടി കാണുന്ന കുറേയധികം രാജ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് റഷ്യയും ചൈനയും ഒക്കെ തന്നെ ഇതിൽ ആശങ്കാകുലരാണ്. ഇപ്പോൾ ഇവരുടെ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന ട്രംപിന്റെ പുതിയ പദ്ധതി, അതിൽ എത്ര പേർ ചേർന്നു നോക്കിയാൽ നമുക്ക് അതിനകത്ത് പദ്ധതിയിൽ നോക്കി കാണുന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൈവിട്ടൊരു കളിക്ക് അദ്ദേഹം മുതിരുമോ, അല്ലെങ്കിൽ നേരിട്ടൊരു ആക്ഷനിലേക്ക് ഫീൽഡിലേക്ക് ഇറങ്ങുമോ, പുറത്തുനിന്നുള്ള സപ്പോർട്ട് ഉണ്ടാവാം. പക്ഷെ ആ സപ്പോർട്ട് എന്ന് പറയുന്നതും ഒരു പരിധി കഴിഞ്ഞാൽ അവിടെ ഇസ്രയേൽ ചെയ്തതുപോലെയോ വെനിസ്വേല ചെയ്തതുപോലെ അത്രമാത്രം എളുപ്പമായിരിക്കണമെന്നില്ല ഇറാൻ എന്ന രാജ്യത്ത് ചെയ്യുമ്പോൾ. അതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ നിരീക്ഷണം. വ്യക്തമാണ്. ഡോക്ടർ ജോസ്റ്റൺ മലികശ്ശേരി, നമുക്കറിയാം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലൊക്കെ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഈ റഷ്യ ചൈന അവരുടെ യുദ്ധക്കപ്പലുകൾ അല്ലെങ്കിൽ വെസൽസ് ഒക്കെ അവിടെ ഉണ്ട്. അതൊരു യാദൃശികമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് US വാർഷിപ്പ് ഒക്കെ ഉള്ളത്. ഒരു തീപ്പൊരി വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ മാലപ്പടക്കം പോലെ പൊട്ടിത്തെറിക്കാവുന്ന ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതൊരു യാദൃശികതയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ, ഡോക്ടർ ജോസ്റ്റൺ മലികശ്ശേരി? തീർച്ചയായിട്ടും യാദൃശ്ചികതയല്ല. എല്ലാ രാജ്യങ്ങളും ഇത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നമ്മളും ഒബ്സർവ് ചെയ്യുന്നു. എല്ലാവരും പ്രിപ്പയർഡ് ആണ്, എവിടെ എന്ത് സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും പ്രിപ്പയർഡ് ആണ്. പക്ഷേ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ഇസ്രായേൽ അല്ലാതെ വേറെ ഒരു രാജ്യവും നേരിട്ട് ഇടപെടാൻ സാധ്യത ഇപ്പോഴത്തെ നിലയിൽ ഇല്ല എന്നാണ് എന്റെ വിചാരം.
റഷ്യ ഒരിക്കലും അതിനകത്ത് നേരിട്ട് കൈവെക്കാൻ സാധ്യതയില്ല. കാരണം റഷ്യ ഓൾറെഡി ഉക്രൈനിൽ എൻഗേജ്ഡ് ആണ്. റഷ്യയെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾക്കുള്ള ശേഷിയില്ല. അല്ലെങ്കിൽ അവരെ കൊണ്ടാവൂല. ഇപ്പൊ തൽക്കാലം ഈ ഒരു പരിപാടിക്ക് വരാൻ അവരെ കൊണ്ടാവൂല. കാരണം അവരുടെ രാജ്യത്ത് പട്ടാളക്കാരില്ലാത്തത് കൊണ്ട് അവര് കടമെടുത്ത പട്ടാളക്കാരെ വെച്ചുകൊണ്ടാണ് ഉക്രൈനിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അവിടെ വന്നിട്ട് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവരെ കൊണ്ട് സാധിക്കട്ടെ. ചൈന ഇത്തരം കാര്യങ്ങളിൽ ഒരു സ്ഥലത്തും ഇടപെട്ടതായി ചരിത്രമില്ല. മറ്റു രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ചൈന ഒരിക്കലും തലയിടാറില്ല. ചൈന ഒന്നാം തന്നെ കച്ചവടക്കാരനാണ്. അവനെ സംബന്ധിച്ച് കാശ് മുടക്കുക, കാശുണ്ടാക്കുക. അല്ലാതെ ചൈനയുടെ ടെറിട്ടറികൾക്ക് പുറത്തേക്ക് പോയി ചൈന ആർക്കെങ്കിലും വേണ്ടി യുദ്ധം ചെയ്ത കഥ ചൈനയ്ക്കില്ല. അത് ഇന്നൊന്നല്ല, 2000 വർഷത്തെ ചരിത്രം ചൈന നോക്കിയാലും ചൈനക്കാർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമില്ല. അവരത് ചെയ്യാറില്ല. അതുകൊണ്ട് മറ്റു രാജ്യങ്ങൾ ഇതിനകത്ത് ഇടപെടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്തേക്കാം. ആയുധം കൊടുത്ത് സഹായിക്കുക, ഇൻഫർമേഷൻ നൽകുക. ഇൻഫർമേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഇൻഫർമേഷൻ, കപ്പലുകളുടെ ലൊക്കേഷൻ, ഇത്തരം കാര്യങ്ങൾ കൊടുത്ത് സഹായിക്കാൻ ഒരുപക്ഷെ ചൈനയുടെ ഭാഗത്ത് നിന്ന് സാധ്യത നല്ലതുപോലെയുണ്ട്. ഒരുപക്ഷെ റഷ്യയേക്കാൾ കൂടുതൽ ഇക്കാര്യത്തിൽ സഹായം ലഭിക്കാൻ സാധ്യതയുള്ളത് ചൈനയുടെ ഭാഗത്ത് നിന്നാണ്. ഇതിപ്പം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതല്ല, അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇത് മുൻകൂട്ടി കണ്ട് അവരതിന്റെ സ്കീമും ടൈം ടേബിളും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമേ ഇത്ര ഒരു ആക്രമണത്തിലേക്ക് നീങ്ങുള്ളൂ. അതുപോലെ വെനിസ്വേലയും ഇറാനും തമ്മിൽ ദർ ഇസ് നോ കമ്പാരിസൺ. വെനിസ്വേലയിലുള്ള ഇൻട്രസ്റ്റുകളെ അല്ല ഇറാനിലുള്ള ഇൻട്രസ്റ്റുകൾ. വെനിസ്വേലയിലുള്ള ഇൻട്രസ്റ്റുകൾ വെറും ഓയിലിന്റെ ഇൻട്രസ്റ്റ് മാത്രമായിരുന്നു. ഇവിടെ ഓയിലിന്റെ ഇൻട്രസ്റ്റ് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെയുള്ള മുഴുവൻ ഗൾഫ് രാജ്യങ്ങളെയും നിയന്ത്രിക്കാൻ പോകുന്ന ഹോർമുസ് കടലിടുക്കിന്റെ മേലെയുള്ള നിയന്ത്രണം എന്ന് പറയുന്ന വലിയ ഒരു വസ്തുത അവിടെ കിടക്കുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള നിരന്തരമായ ഭീഷണി അവിടെ കിടക്കുന്നുണ്ട്. ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ജ്യൂസ്, ഡെത്ത് ടു ഇസ്രായേൽ എന്നുള്ള മുദ്രാവാക്യം അവിടെ കിടക്കുന്നുണ്ട്. ഇസ്രായേലിന് നേരെ ഏത് നിമിഷവും ഉണ്ടായേക്കാവുന്ന ആക്രമണത്തിന്റെ വിഷയം കിടക്കുന്നത്. വെനിസ്വേലയിൽ അത്തരം യാതൊരു വിഷയം ഉണ്ടായിരുന്നില്ല. ഒരു ബിസിനസ് ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. അമേരിക്ക ഇവിടെയും ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് നേരാണ്. ബിസിനസ് ഇൻട്രസ്റ്റുകളെക്കാളും ഡിറ്ററൻസ് ഇൻട്രസ്റ്റുകളാണ് ഇവിടെ കൂടുതലുള്ളത്. അത് ഇസ്രായേലിന്റെ മാത്രം വിഷയമല്ല, അത് ഗൾഫ് രാജ്യങ്ങളുടെ വിഷയമാണ്. അപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ചില പ്രസ്താവനകൾ ഞങ്ങളുടെ രാജ്യത്തിന് എയർ ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെ അതിൽ ഇതൊക്കെ വെറും പ്രസ്താവനകളാണ്. അവരെ സംബന്ധിച്ച് അവർ അമേരിക്കയുടെ അംബ്രലയുടെ കീഴിൽ പ്രൊട്ടക്ഷൻ നേടിയിട്ടുള്ള രാജ്യങ്ങളാണ്. അങ്ങനെ അമേരിക്കൻ അംബ്രലയുടെ കീഴിൽ നിൽക്കുന്ന രാജ്യങ്ങൾ അവരുടെ മേലെ ആക്രമണം വരാതിരിക്കാൻ വേണ്ടി ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയ്ക്ക് ഞങ്ങൾ ഇതിൽ പങ്കാളികളല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഭാഗം മാത്രമാണ് കണ്ടത്. അല്ലെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഒരു പങ്ക് ലഭിക്കാറില്ല. കാരണം അവരുടെ പട്ടാളം ഒന്നും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പോകുന്നില്ല. ഇതിലെ US-ഉം ഇസ്രായേലും മാത്രമായിരിക്കും ഉണ്ടാവുക. യുദ്ധം നടക്കുകയാണെങ്കിൽ നേരത്തെ 12 ഡേ വാർമാതിരിയുള്ള യുദ്ധമായിരിക്കുകയില്ല ഇത്. ആ 12 ഡേ വാറില് ഇസ്രായേലിലെ എല്ലാ കാര്യങ്ങളും പരുവപ്പെടുത്തി അവസാനത്തെ ഒരു ഫുൾ സ്റ്റോപ്പിന് മാത്രം അമേരിക്ക പ്രത്യക്ഷപ്പെട്ടതാണ് നമ്മൾ 12 ഡേ വാർ കണ്ടത്. ഇതങ്ങനെയല്ല. ഇത് ഉണ്ടെങ്കിൽ ഡേ 1 മുതൽ അമേരിക്കയും ഉണ്ടാവും, ഇസ്രായേലും ഉണ്ടാവും. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വാറിന് യാതൊരു സാധ്യതയില്ല. ഇറ്റ് വിൽ ബി ആൻ ഓൾ ഔട്ട് വാർ. അത് ഇറാന്റെ സർവ്വശക്തിയും എടുത്ത് ഇറാൻ ആക്രമിക്കും. അത് അമേരിക്ക അറിയാം. അത് എങ്ങനെ അത് ഒതുക്കി നിർത്താം, അത് ഇറാന്റെ എയറിന് പുറത്തേക്ക് വരാതെ എങ്ങനെ നിർത്താം എന്നുള്ളതാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചാലഞ്ച്. കാരണം അവര് ഇറാന്റെ എയറിന് പുറത്തേക്ക് എവിടെ കടന്നാലും അത് അപകടം ഉണ്ടാക്കും. അത് ഇസ്രായേലിന് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾക്കും ഒക്കെ പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഇറാന്റെ എയറിന്റെ ഉള്ളിൽ ഒതുക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ മിസൈലുകളെയൊക്കെ അതിന്റെ ഉള്ളിൽ തന്നെ ഡിറ്ററൻസ് കൊണ്ട് തീർക്കാൻ സാധിക്കണം, പ്ലസ് അറ്റാക്ക് ചെയ്യാൻ സാധിക്കണം. അത്തരത്തിലുള്ള ഒരു ബിൽഡപ്പിന് വേണ്ടിയുള്ള സമയമായിരുന്നു വാസ്തവത്തിൽ ഈ ഡിസ്കഷന്റെ കാലഘട്ടത്തിലൊക്കെ അവർ വാങ്ങിയെടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ആ രീതിയിലായിരിക്കും മാറി പോകാൻ നമ്മൾ വിചാരിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സംഘർഷാവസ്ഥ വരുമ്പം ഇറാനെ സഹായിക്കാൻ ഇന്ത്യ വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇന്ത്യയോട് സൗഹൃദമുണ്ട് എന്ന് വിചാരിച്ച ഇന്ത്യ ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ പോകുന്നില്ല. ഇറാന് ഒരുപാട് രാജ്യങ്ങളായിട്ട് സൗഹൃദമുണ്ട്. സൗഹൃദവും യുദ്ധത്തിലുള്ള പങ്കെടുക്കലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അമേരിക്ക പോലത്തെ ഒരു രാജ്യത്തോട് അതിന്റെ വിരോധം സമ്പാദിക്കാൻ വേണ്ടി ഈ ഒരു സാഹചര്യത്തിൽ കയറി ഇറാനെ സഹായിക്കാൻ, പരസ്യമായി സഹായിക്കാൻ ആരും തയ്യാറാവുകയില്ല. ഞാൻ പറഞ്ഞതുപോലെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ചൈനയുടെ ഭാഗത്തു നിന്നൊക്കെ ഇന്റലിജൻസ് സഹായങ്ങൾ ലഭിച്ചേക്കാം. ആയുധങ്ങൾ അവര് ഇൻഡയറക്റ്റ് ആയി കൊടുത്തേക്കാം, നേരിട്ട് കൊടുക്കുകയില്ല, ഇൻഡയറക്റ്റ് ആയി കൊടുത്തേക്കാം. ആകെ എന്തെങ്കിലും സഹായം അതുകൊണ്ട് വാഗണ്ടൊക്കെ ചെയ്യണമെങ്കിൽ ഉള്ളത് ക്യൂബ പോലത്തെ ഒരു രാജ്യമാണ്. അവരുടെ ഇതൊന്നും കിട്ടിയിട്ട് ഈ യുദ്ധത്തിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെ ബോധമുള്ള ഒരു രാജ്യം ഇതിനകത്ത് നേരെ കയറി ഇടപെടാൻ നിൽക്കില്ല. കാരണം അത് അവരുടെ വിഷയമല്ല. ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ജ്യൂസ്, ഡെത്ത് ടു ഇസ്രായേൽ. ഈ ഒരു പ്രഖ്യാപനം ലോകത്തിൽ ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പൊ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്ന് റഷ്യക്ക് പറയാനാവുമോ? ചൈനയ്ക്ക് പറയാനാവുമോ? ഖമനേയി ഈ പ്രഖ്യാപനത്തിൽ നിന്ന് എപ്പോഴെങ്കിലും പുറകോട്ട് പോയിട്ടുണ്ടോ? അദ്ദേഹം ഈ ദിവസങ്ങളിലും അന്ന് ചർച്ച നടന്ന ദിവസം ചൊവ്വാഴ്ച ചർച്ച നടക്കുമ്പോൾ 3 പ്രാവശ്യമാണ് അദ്ദേഹം പറഞ്ഞ അമേരിക്ക തീർക്കുന്നത്. നിങ്ങളുടെ കപ്പല് വിശ്രമിക്കാനുള്ള സമുദ്രത്തിന്റെ അടിയിൽ മണ്ണുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് 3 തവണയാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു രാജ്യത്തെ കയറി പരസ്യമായി സപ്പോർട്ട് ചെയ്യണമെന്ന് ആരും നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രത്യേകിച്ചും ഇന്നത്തെ ലോകത്തെ
പവർ ബാലൻസ് സിറ്റുവേഷനിൽ ആരും ഇതിനകത്ത് കയറി ഇടപെടാൻ നിൽക്കില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. നമുക്ക് മറ്റൊരു സിനാരിയോ ഒന്ന് ചിന്തിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഈ പറയുന്ന പോലെ ഖമേനിയുടെ വീരവാദം അത് നടപ്പാകുന്ന ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ അമേരിക്കയെതിരെ ഒരു അപ്രതീക്ഷിതമായിട്ടൊരു അറ്റാക്ക്, ഏതെങ്കിലും ഒരു വെസലിനെതിരെ ഒരു അറ്റാക്ക് നടക്കുന്നു, ഇസ്രായേലിനെ എതിരെ വലിയ രീതിയിലുള്ളൊരു അറ്റാക്ക് നടക്കുന്നു. അപ്പോൾ ഇറാൻ ഒരു പക്ഷേ ഒരു അപ്പർ ഹാൻഡ്, അങ്ങനെ സംഭവിക്കില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു അപ്പർ ഹാൻഡ് ലഭിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ പ്രോക്സികൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു സാധ്യത കൂടിയില്ലേ? നമ്മുടെ ഈ ഒരു സംഘർഷാവസ്ഥയിൽ അങ്ങനെ ഒരു ആംഗിൾ കൂടിയില്ല. അതായത് അക്ഷരാർത്ഥത്തിലൊരു ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ നടത്തുന്ന ഒരു പോരാട്ടമായിട്ട് US-ന്റെ ഇസ്രായേലിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതായത് ഇറാൻ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു മേൽക്കൈ നേടിക്കഴിഞ്ഞാൽ മേഖലയിലെ അവരുടെ പ്രോക്സികൾ ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നില്ല. അങ്ങനെ ഒരു അപകടം കൂടി നമ്മൾ മുന്നിൽ കാണേണ്ടതല്ലേ? ഇറാൻ മേൽക്കൈ നേടിയാലും മേൽക്കൈ നേടിയില്ലെങ്കിലും ഒരു യുദ്ധമുണ്ടായാൽ ഡേ 1 മുതൽ പ്രോക്സികൾ ഉണ്ടാവും. അവിടെ ഹിസ്ബുള്ളയും ഹാമാസും ഹൂത്തികളും ഒക്കെ അവരുടെ കയ്യിലുള്ള സർവ്വ സാധനം എടുത്ത് ഇസ്രായേലിന് നേരെ അവർ പ്രയോഗിക്കും. അവർ ഇസ്രായേലിന് നേരെ മാത്രമേ അറ്റാക്ക് ചെയ്യുള്ളൂ, അമേരിക്കനൊന്നും അറ്റാക്ക് ചെയ്യാൻ അവർ നിൽക്കുകയില്ല. അതുകൊണ്ട് മേൽക്കൈ ഉണ്ടെങ്കിലും മേൽക്കൈ ഇല്ലെങ്കിലും യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഡേ 1 മുതൽ, കാരണം ഇതൊരു നേരത്തെ ഇസ്രായേൽ ചെയ്ത പോലത്തെ 12 ഡേ വാർ പോലെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയല്ല, അവരുടെ ന്യൂക്ലിയർ ഡിറ്ററൻസ് ഇല്ലാതാക്കാൻ വേണ്ടി, ഇത് ഇറാനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. ഈ യുദ്ധം നടക്കുകയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന കൈകൾക്കൊന്നും എക്സിസ്റ്റ് ചെയ്യാൻ കഴിയണം. അപ്പൊ അത് ഇറാന്റെ മാത്രം ഇറാൻ മീൻസ് ഇറാന്റെ തിയോക്രാറ്റിക് ഭരണകൂടത്തിന്റെ മാത്രം എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് അല്ല ഇത്. ഈ സംഗതി എന്ന് പറയുന്നത് ഇത്തരം കൈകളുടെ, ഹമാസിന്റെയും ഹൂത്തികളുടെയും ഹെസ്ബുള്ളയുടെയും ഒക്കെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ്. അതുകൊണ്ട് തന്നെ ഖമനേയുടെ IRGC എങ്ങനെ പ്രതികരിക്കുമോ ആ രീതിയിൽ തന്നെ ഈ കൈകളും ആ സമയത്ത് പ്രതികരിച്ചു തുടങ്ങും എന്നുള്ള ഉറപ്പാണ്. ഇതൊക്കെ യുദ്ധം ചെയ്യുന്നവരെ സംബന്ധിച്ച് അവരുടെ കാൽക്കുലേഷനിലുണ്ട്. ഇറാൻ മേൽക്കൈ നേടുന്ന വിഷയമൊന്നും ഉദിക്കുന്നില്ല, അങ്ങനത്തെ ഒരു കാര്യം സംഭവിക്കില്ല. അല്ല, അതുപോലെ തന്നെ ന്യൂക്ലിയർ വെപ്പൺസ് പ്രയോഗിക്കാനുള്ള സാധ്യതകളും തീരെയില്ല എന്നാണ് എന്റെ കണക്കുകൂട്ടൽ. ഇതൊരു സാധാരണ പോലെ ഒരു ആകാശ യുദ്ധമായിരിക്കും. പക്ഷെ ഈ ഇസ്രായേൽ കണ്ടുപിടിച്ചിട്ടുള്ള പുതിയ ടെക്നോളജികൾ, ദാറ്റ് മീൻസ് റഡാർ പിയേഴ്സിംഗ് ആയിട്ടുള്ള, ദാറ്റ് ഈസ് ലേസർ ടെക്നോളജി, ലേസർ വെപ്പൺ എന്ന് പറയുന്ന ഒരു സാധനം യുദ്ധം ഉണ്ടായാൽ നിശ്ചയമായും അത് ടെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കും. ഓക്കെ, ഞാൻ ഡോക്ടർ സാബു തോമസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു സംഘർഷം വളരെയധികം മൂർച്ഛിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു സൈഡിൽ അമേരിക്ക, ഒരു സൈഡിൽ ഇസ്രായേൽ, മറു സൈഡിൽ ഇറാൻ. അപ്പോൾ സംഘർഷം മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥ അത് ഗൾഫ് മേഖലയെ ആകമാനം അസ്ഥിരപ്പെടുത്താനുള്ളൊരു സാധ്യതയില്ലേ? അങ്ങനെ അസ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങ് കൊച്ചു കേരളത്തെ വരെ ബാധിക്കാനുള്ളൊരു സാധ്യത നമുക്കറിയാം. അവിടെ നടക്കുന്ന ഓരോ ചലനങ്ങളും മാർക്കറ്റിൽ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്, ഈ ഗോൾഡ് പ്രൈസിൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്, എണ്ണവിലയിൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെ വരെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു സംഘർഷാവസ്ഥയല്ലേ അവിടെ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്നത്, ഡോക്ടർ സാബു തോമസ്? തീർച്ചയായും ഏത് യുദ്ധമാണെങ്കിലും, അതിപ്പോ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടന്ന യുദ്ധമാണെങ്കിലും അത് സ്വാഭാവികമായിട്ടും ലോകത്ത് പഴയ കാലം പോലെയല്ല, രണ്ടാം ലോകമയുദ്ധം പോലെയുള്ള കാലഘട്ടങ്ങളിൽ, ഗ്ലോബലൈസേഷൻ ഒരു കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ ഒരു രാജ്യത്ത് മാത്രമായി ഒതുങ്ങുന്നില്ല. അത് സ്വാഭാവികമായിട്ടും പ്രത്യാഘാതം ഉണ്ടാക്കും. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്നൊരു യുദ്ധം അത് ലോകത്തിന് തന്നെ മൊത്തം താളം തെറ്റിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചൊരു കാര്യം, ഈ യുദ്ധം എന്ന് പറയുന്നത് തൽക്കാലത്തേക്കൊരു ഭീഷണി മാത്രമാണ്. കാരണം അമേരിക്ക യുദ്ധം ചെയ്യുന്നത്, ആ യുദ്ധം എപ്പോഴും ബിസിനസ്സാണ്. യുദ്ധം അമേരിക്ക ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ അമേരിക്കയുടെ ലാഭം എന്താണ്? അമേരിക്ക ഇറാനുമായി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അവിടെ അവർക്ക് ഡെമ്മി സ്റ്റേറ്റിനെ സ്ഥാപിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം മിഡിൽ ഈസ്റ്റ് അസ്ഥിരമായത് നമുക്ക് സിറിയയിലൊക്കെ നമ്മൾ കണ്ടു. സംഭവിച്ചൊരു കാര്യം, അവിടെ വീണ്ടും ഒരു പ്രോബ്ലം സ്റ്റേറ്റ് ഉണ്ടാക്കുകയാണ്. ആ പ്രോബ്ലം സ്റ്റേറ്റിനെ മാനേജ് ചെയ്യാൻ ഇവരെ കൊണ്ട് കഴിയുമോ എന്നുള്ളത് അവരുടെ കാൽക്കുലേഷനിലും അത് വരേണ്ടതില്ലേ? കാരണം അമേരിക്കയ്ക്ക് വളരെ വിദഗ്ധരായ രാഷ്ട്രീയ തന്ത്രജ്ഞരുണ്ട്, വളരെ നല്ല ഒരു അക്കാദമിക് സപ്പോർട്ടുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ചകൾ അവിടെയുണ്ട്. പക്ഷെ ഇതൊരു ഭീഷണി എന്ന രീതിയിൽ ഒരുപക്ഷെ ഈ ഭീഷണിക്ക് മറ്റു പല മാനങ്ങളുണ്ടാവാം. യുദ്ധത്തിന്റെ അന്തരീക്ഷം നിലനിർത്തേണ്ടത് എപ്പോഴും അമേരിക്കയുടെ മിലിറ്ററി ഇൻഡസ്ട്രി കോംപ്ലക്സിന്റെ ആവശ്യമാണ്. ആ കോംപ്ലക്സിന്റെ ഭാഗമാണ് ട്രംപും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും. അപ്പോൾ യുദ്ധത്തിന്റെ ഭീഷണി ലോകത്ത് എപ്പോഴും എവിടെയും ഉണ്ടാവുക എന്നുള്ളത് അവിടെ ഒരു ആവശ്യമാണ്. പക്ഷെ ഇങ്ങനൊരു നേരിട്ടെന്ന് പറയുന്നത് അതിന്റെ സാധ്യത അത് എത്രമാത്രമാണെന്നത് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. കാരണം ഈ യുദ്ധത്തിലുണ്ടാകുന്ന ലാഭം, പക്ഷേ മിഡിൽ ഈസ്റ്റിന്റെ കൺട്രോൾ എന്ന് പറയുന്ന ആ കൺട്രോൾ അമേരിക്കയ്ക്ക് എത്രമാത്രം നിലനിർത്താൻ പറ്റും? കാരണം ഇറാൻ പോലെ രാജ്യത്തൊരു ഭരണകൂടം ഇല്ലാതായെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സിറിയയിൽ കണ്ടൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ലിബിയയിലൊക്കെ മറ്റു പല രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു കാര്യം, ഈ പറഞ്ഞ പല രാജ്യങ്ങളിലും പുതിയൊരു നേതൃത്വം ഉണ്ടാവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം ഒന്ന് തിയോക്രസിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഭരണകൂടമായതുകൊണ്ട് അവിടെ നടക്കുന്ന പല വിപ്ലവങ്ങളും പരാജയപ്പെട്ടത്. 22-ലെയും ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഒരു പരിധി വരെ അത്
ഒരു പരാജയമാവുന്നതെങ്കിൽ ഒരു കാരണം ഇവിടെ ഉണ്ടായിരുന്ന ആ തിയോക്രസിയും കൂടിയാണ്. അവിടുത്തെ പട്ടാളം അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദം, എലൈറ്റ്സ് നമ്മൾ വിളിക്കുന്ന ഒരുതരം ഗ്രൂപ്പുകൾ, അവര് നമ്മുടെ ബസാറിനൊപ്പം പോകുന്നില്ല. അവിടെ ബസാർ എന്നൊരു കൺസെപ്റ്റ്, മാർക്കറ്റ് എന്നൊരു കൺസെപ്റ്റായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ വീക്ഷിക്കുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാർ, യോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ, അദ്ദേഹം ഒരു 2008 ഒരു ലേഖനം എഴുതിയിരുന്നു. എങ്ങനെ മാർക്കറ്റ് പർട്ടിക്കുലർലി മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്സിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു, സ്പെസിഫിക്കലി ഇത് ടെഹ്റാനിലെ മാർക്കറ്റ് ഇറാനിൽ എങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഒരു മിഡിൽ ക്ലാസിന്റെ ആസ്പിറേഷൻസിനൊപ്പം തന്നെ അവിടുത്തെ എലൈറ്റ് അലൈൻ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അവിടുത്തെ രാഷ്ട്രീയം വ്യത്യസ്തമായ രാഷ്ട്രീയമാണ്, മതമായിട്ട് പൂർണ്ണമായി ലിങ്ക് ചെയ്ത. സിറിയയിലോ ലിബിയിലോ അതല്ലെന്ന് പറയുന്നില്ല, പക്ഷെ അവിടുത്തെ ഭരണകൂടത്തിന്റെ ലെജിറ്റിമസി മറ്റൊന്നായിരുന്നു. ഇവിടെ മതം കൊടുക്കുന്ന ലെജിറ്റിമസി കുറെ കൂടി തീവ്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രോബ്ലം സ്റ്റേറ്റിനെ ഏറ്റെടുക്കാൻ ലോകത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രം, പ്രത്യേകിച്ച് അമേരിക്കയെ പോലെ ഒരു ബിസിനസ് ഗ്രൂപ്പ്, ഞാൻ നോട്ട് ടോക്കിംഗ് അബൌട്ട് സ്റ്റേറ്റ് ബട്ട് മോർ ദാൻ ദാറ്റ്, ഒരു ബിസിനസ് ഫെയിം, അവര് ശ്രമിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് നമ്മളെക്കാൾ നന്നായിട്ട് അവർക്കറിയാം. അത് ലോകത്തുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ, അഗെയിൻ ലോകത്തിന്റെ ഇക്വേഷൻസ്. മേ ബി ഇവിടെ ഹാപ്പി ആവുന്ന ഇസ്രയേൽ ഹാപ്പി ആവാം, അല്ലെങ്കിൽ 1-2 രാജ്യങ്ങൾ ഹാപ്പി ആവുന്ന രാജ്യങ്ങളാവാം. പക്ഷെ ബാക്കി ആരും ഈ ഒരു പ്രപ്പോസലുമായി പോകുമ്പോൾ പിന്നീട് അതിന് ലേബിലിറ്റി എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. മിഡിൽ ഈസ്റ്റിലെ ഇഷ്യൂസ് യൂറോപ്പിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഈ മൈഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട്, റെഫ്യൂജീസായിട്ട് ബന്ധപ്പെട്ട് അതുണ്ടാക്കിയ പ്രശ്നങ്ങൾ യൂറോപ്പിനെ മൊത്തം സങ്കീർണമായ അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അത് വീണ്ടും വഷളാക്കുന്നത് അമേരിക്കയ്ക്കും താല്പര്യമുള്ള കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് യുദ്ധം അല്ലെങ്കിൽ ആയുധ മൂവ്മെന്റ് അതൊരു ഭീഷണി. ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ട്. യു ബൈ അവർ പ്രൊഡക്ട്സ്, മേ ബി ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണോ എന്ന് പോലും വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാവുന്ന ഒരു രീതിയിലാണ് പോകുന്നത്. ഞാൻ ശ്രീമതി സിനി ജോസഫ് ഇസ്രായേലിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീമതി സിനി, സ്വാഗതം. ആദ്യം തന്നെ ഇസ്രായേലിലെ എവിടെ നിന്നാണ് അങ്ങ് സംസാരിക്കുന്നത്, ഏത് ഭാഗത്തു നിന്നാണ് അങ്ങ് സംസാരിക്കുന്നത് എന്ന് പങ്കുവയ്ക്കുക. ഒപ്പം തന്നെ ഈ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ എത്രത്തോളം ഗൗരവ സ്വഭാവമുള്ളതാണ്? ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പോളണ്ട് ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾ പൗരന്മാരോട് ആ മേഖല വിട്ടു പോകാനൊക്കെ ആവശ്യപ്പെട്ടു എന്ന ലേറ്റസ്റ്റ് വാർത്തയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഒരു പരിഭ്രാന്തിയുടെ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ടോ ശ്രീമതി സിനി ജോസഫ്? ജോർജി, ഞാനിപ്പോൾ ഉള്ളത് ഇസ്രായേലിലെ ടെൽ-അവീവ് എന്നുള്ള സിറ്റിയിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ ആദ്യമേ തന്നെ പറയാനുള്ളത്, അത്രയ്ക്കും ആശങ്ക ആയിട്ടുള്ള ഒരു അവസ്ഥയിലല്ല ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ എന്നത്തെ പോലെ തന്നെ പതുപോലെ തന്നെ ഇസ്രായേൽ കാം ആൻഡ് ക്വയറ്റ് ആണ്. അലേർട്ട് ഉണ്ട്. ഇന്നലെ വൈകുന്നേരം തൊട്ട് ഞങ്ങൾക്കൂടെ അലേർട്ട് കിട്ടുന്നുണ്ട്. ഹൈ അലേർട്ടിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാവരും അതിന്റെ ആൾക്കാർ നടക്കുന്നുണ്ട്. പക്ഷെ സാധാരണ ഉള്ള സിവിലിയൻസിനും ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്കും ഇതുവരെ ഒരു റെസ്ട്രിക്ഷൻസ് വന്നിട്ടില്ല. പിന്നെ നമുക്ക് ഇന്നലെ തൊട്ട് വന്നിരിക്കുന്ന ഒരു അറിയിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഹോം ഫ്രണ്ട് കമാൻഡ് അല്ലെങ്കിൽ റെഡ് അലേർട്ട് എന്നുള്ള ആപ്ലിക്കേഷൻസും അതൊക്കെ നമുക്ക് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അലേർട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവര് ഇന്നലെ മുതലാണെന്ന് തോന്നുന്നു, ഇന്നലെ വൈകുന്നേരം ഒരു 5 മണിയോട് കൂടിയാണ് നമുക്ക് ടെലിവിഷനിൽ കൂടെ ന്യൂസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നത്, ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. ആ സമയം തൊട്ട് നമ്മുടെ ഫാമിൽ തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. ഞങ്ങൾ കെയർ ഗിവേഴ്സ് വർക്ക് ചെയ്യുന്ന ഏജൻസികൾ തന്നെ, എല്ലാ ഏജൻസികളും ഇല്ല, പക്ഷെ എന്നിരുന്നാലും ഒരു പകുതിയോളം ഏജൻസികൾ ഇന്ന് രാവിലെ തൊട്ട് നമുക്ക് അലേർട്ട് തരുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കണം എന്നുള്ള രീതിയിൽ മാത്രം. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ പറയുന്നത് അത്രയ്ക്കും ഒരു ആശങ്ക ഉള്ള ഒരു അവസ്ഥയിലൂടെ അല്ല ഇസ്രായേൽ ഇപ്പൊ കടന്നുകൊണ്ട് പോകുന്നത്. ഓക്കെയാണ്. ഓക്കെ, നിലവിലെ ഇസ്രായേലിന്റെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം എങ്ങനെയാണ്? നമുക്കറിയാം, ചില വാർത്തകളൊക്കെ വരുന്നത് അവിടെ ഒരു ഭരണമാറ്റം അങ്ങനെയൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്, ഇലക്ഷനിലേക്ക് പോകുന്നു. അങ്ങനത്തെ ഏതെങ്കിലും സാഹചര്യം ഇപ്പൊ അവിടെ നിലനിൽക്കുന്നുണ്ടോ? അതിനെപ്പറ്റി ഒന്ന് പങ്കുവെക്കാം. ഇലക്ഷനോട്ട് പോകും എന്ന് കഴിഞ്ഞ ആഴ്ച വരെ ഇവിടെ സംസാരം ഉണ്ടായിരുന്നു. ഒരു ഇലക്ഷൻ വരുമായിരിക്കും എന്ന് കഴിഞ്ഞ വീക്കെൻഡ് വരെ. പക്ഷെ കഴിഞ്ഞ വീക്കെൻഡ് തൊട്ടാണ് വീണ്ടും അലർട്ട് നമുക്ക് കിട്ടി തുടങ്ങിയത്. അതിനു മുമ്പ് എല്ലാം ശാന്തമായ ഒരു യുദ്ധമൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളൊരു അവസ്ഥയിൽ അതിനെക്കുറിച്ച് സംസാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് 2-3 ദിവസങ്ങളായിട്ട് അതിനെക്കുറിച്ച് ഒരു സംസാരവും ഇല്ല. കാരണം അറിയാലോ, ഇപ്പൊ നമ്മുടെ US-ഉം ഇസ്രായേലും കൂടി അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവർ തിരിച്ചടിക്കുന്നത് ഇസ്രായേലിലെ ടെൽ-അവീവ് എന്ന സിറ്റിയിലോട്ടായിരിക്കും എന്ന് ഓൾറെഡി 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ അവര് അറിയിപ്പ് തന്നതുകൊണ്ട് അവരിപ്പോ അതിലോട്ട് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വേറെ ഇന്നലെ ക്യാബിനറ്റ് മീറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ട് ഇരുന്നു എന്നാണ് നമുക്കിവിടെ ഇൻഫർമേഷൻ കിട്ടുന്നത്.
നമുക്ക് ഫാമിലി തരുന്ന ഇൻഫർമേഷനും ടെലിവിഷനിൽ കൂടെ വരുന്ന ഇൻഫർമേഷൻസ് ഒക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് സൺഡേയിലോട്ട് മാറ്റി വെച്ചു ഈ ഒരു ഹൈ അലേർട്ട് പ്രമാണിച്ച്. ഇപ്പം അതിനെക്കുറിച്ച് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ന്യൂസിൽ വരെ നമ്മൾ കേട്ടോണ്ടിരുന്നതാണ് ഇവിടെ ഭരണമാറ്റം ഉണ്ടാവും, ഇലക്ഷൻ വരാൻ പോകുകയാണ് എന്നൊക്കെ. പക്ഷെ കഴിഞ്ഞ വ്യാഴാഴ്ച തൊട്ട് ഇന്നിപ്പോ ഒരാഴ്ചയായി അതിനെക്കുറിച്ചൊന്നും സംസാര വിഷയങ്ങളൊന്നും ടെലിവിഷനിൽ കണ്ടിട്ടില്ല ഇതുവരെ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ജനം, നമുക്കറിയാം നേരത്തെ ബന്ദികളൊക്കെ ഹമാസിന്റെ തടവറയിലായിരുന്നപ്പോൾ ഒക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഇസ്രായേലിന്റെ തെരുവുകളിൽ നാം കണ്ടതാണ്. അപ്പോൾ ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ ഒരു സംഘർഷാവസ്ഥയെ, ഇറാനുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ ആ ഒരു സാഹചര്യം, അവർ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇസ്രായേലി പൗരന്മാർ? ഇസ്രായേലി ഡെമോൺസ്ട്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ അല്ല ജനജീവിതം സ്തംഭിപ്പിച്ചോണ്ടോ അല്ലെങ്കിൽ ഓഫീസുകൾ ക്ലോസ് ചെയ്യിപ്പിച്ചോണ്ടോ ഉള്ളൊരു ഡെമോൺസ്ട്രേഷൻ ഒരിക്കലും ഇസ്രായേലിൽ നടന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ടാണ് ഇസ്രായേൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഡെമോൺസ്ട്രേഷൻ മിക്കതും നടക്കുന്നത് വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം. അതായത് നമ്മുടെ ഓഫീസ് വർക്ക് എല്ലാം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീടുകളിലോട്ട് സുരക്ഷിതമായി എത്തിച്ചേർന്നു എന്നറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവിടെ റോഡുകൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടും അങ്ങനെയുള്ള ഡെമോൺസ്ട്രേഷൻ നടക്കുന്നത്. ചെറിയ ചെറിയ ഡെമോൺസ്ട്രേഷനുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതായത് അൾട്രാ ഓർത്തഡോക്സ് ആൾക്കാരും അങ്ങനെയുള്ള ബെനിബ്രാക്ക് എന്ന് പറഞ്ഞ മെയിൻ ആയിട്ടുള്ള സിറ്റിയിൽ കഴിഞ്ഞ ആഴ്ച നല്ലൊരു സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവിടുത്തെ ഗവൺമെന്റ് അങ്ങനെ ഗവനിക്കാറുണ്ട് എന്നും കരുതിക്കൊണ്ട് ഈ ഹൈ അലേർട്ട് വന്ന നിമിഷങ്ങളിൽ എല്ലാവരും ഗവൺമെന്റിനോട് സഹകരിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇപ്പൊ ഞാൻ ജസ്റ്റ് ജോർജി എന്നെ വിളിച്ച സമയങ്ങളിൽ ഞാൻ ജസ്റ്റ് പുറത്തു പോയിട്ട് ഇപ്പൊ കയറി വന്നതേ ഉള്ളൂ. പുറത്തോ ഒരു കുഴപ്പമില്ല, സമാധാനപരമായ അന്തരീക്ഷമാണ്, നമുക്കൊരു റെസ്ട്രിക്ഷൻസോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. എന്നിരുന്നാലും ഹൈ അലേർട്ട് വന്ന സ്ഥിതിക്ക് എല്ലാവരും ഒന്ന് അലേർട്ട് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ അറിയാലോ, നമുക്ക് യമനിൽ നിന്നും ഇതേ സമയം തന്നെ നമുക്ക് ഭീഷണി വന്നിട്ടുണ്ട് ഇസ്രായേലിന്. ഈ ആദ്യം യമനിൽ നിന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇറാനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ യമൻ തിരിച്ച് ഇസ്രായേലോട്ട് അടിക്കുമെന്നാണ് അവർ ഇന്നലെ പറഞ്ഞിരിക്കുന്ന ത്രെഡ്. അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് 10 മിനിറ്റ്സ് മുമ്പ് നമുക്കിവിടെ അലേർട്ട് വരും എന്നുള്ള രീതിയിൽ എല്ലാവർക്കും നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു കാര്യം കൂടി അറിയാൻ ആകാംക്ഷയുണ്ട്. ഈ നോർത്തേൺ ബോർഡറിലും സദേൺ ബോർഡറിലും ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഇപ്പോൾ നോർത്തേൺ സൈഡിൽ ഹിസ്ബുള്ളകൾ, ഇപ്പോൾ സദേൺ സൈഡിലും ഈ ഹമാസ്, അവരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്കുകൾ ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ച എനിക്ക് തോന്നുന്നു ഇസ്രായേൽ വലിയ രീതിയിലുള്ളൊരു എയർ അറ്റാക്ക് ഗാസ മേഖലയിൽ നടത്തിയിരുന്നു, അവരുടെ കമാൻഡർമാരെയൊക്കെ വധിച്ചിരുന്നു. അപ്പോൾ തിരിച്ച് ഹമാസിന്റെ ഭാഗത്തു നിന്ന് സദേൺ ബോർഡറിൽ നിന്നും നോർത്തേൺ സൈഡിൽ നിന്നും ഈ ഹിസ്ബുള്ളകളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഈ ദിവസങ്ങളിൽ സംഭവിച്ചിരുന്നു? കഴിഞ്ഞ രാത്രിയിലും നമുക്കറിയാൻ പറ്റിയത് ഹിസ്ബുള്ളയിലോട്ട് ലെബനൻ അതിർത്തിയിൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് തിരിച്ച് അറ്റാക്കിൻ്റെതായ അതൊക്കെ നമുക്ക് വന്നിട്ടില്ല. പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, അറിയാലോ ഇപ്പം റമദാൻ സ്റ്റാർട്ട് ചെയ്തു. നാളെ റമദാൻ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. നമ്മുടെ അൽക്കസ പള്ളി, ജെറുസലേമില് അൽക്കസ പള്ളിയുടെ അടുത്ത് ഹൈ അലേർട്ട് തന്നെ, നല്ല സെക്യൂരിറ്റിയും, ഹൈ അലേർട്ടിനോടൊപ്പം തന്നെ സെക്യൂരിറ്റിയും അവർ റെസ്ട്രിക്ഷനും വെച്ചിട്ടുണ്ട്. 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി നാളെ വെള്ളിയാഴ്ച വരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ നല്ല റെസ്ട്രിക്ഷൻസ് ജെറുസലേം ഭാഗത്തും ഇതോടൊപ്പം തന്നെ വെച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഒറ്റപ്പെട്ട സംഭവങ്ങൾ, അതായത് ഇങ്ങനെ കാർ ആക്സിഡന്റ്, ആരെങ്കിലും നുഴഞ്ഞു കയറി വന്ന് ആരെങ്കിലും കത്തി കൊണ്ട് കുത്തുക, അങ്ങനത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ ഇവിടെ നടക്കുന്നുണ്ട് എന്നത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഗസയുടെ ഭാഗത്തു നിന്നും ലെബനൻ സൈഡിൽ നിന്നും നമുക്കിപ്പോഴും കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു കാര്യം കൂടി, പ്രത്യേകിച്ച് നമുക്കറിയാം ഒക്ടോബർ 7, 2023 ഒക്ടോബർ 7 ആ ഒരു ദിനത്തിന് ശേഷം ഇപ്പോൾ അവിടുത്തെ ആ ഒരു ബോർഡർ എത്രത്തോളം ഒരു സെക്യൂർഡ് ആയിട്ടാണ് ഇസ്രായേൽ ഗവൺമെൻറ് സൂക്ഷിക്കുന്നത്? അതിനു മുമ്പ് നമുക്കറിയാം ഈ ഗാസ സൈഡിൽ നിന്നും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എന്ന പേരിൽ അവരുടെ ഇടയിലൂടെ ഹമാസൊക്കെ നുഴഞ്ഞു കയറി ഇസ്രായേലിൽ വന്ന് വർക്ക് ചെയ്യാറുണ്ട്. തിരിച്ചുപോയിട്ട് അവർ തിരിച്ച് പോകുന്നു. അപ്പോൾ ഇപ്പോൾ ആ ഒരു ബോർഡറിൽ എത്രത്തോളം ഒരു ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, സെക്യൂരിറ്റി ഒക്കെയാണ്? നമുക്കറിയാം കിബുട്സ് പോലുള്ള മേഖലകളിലെ ജനങ്ങൾ ഒരു സുരക്ഷ ഒരു ഫീലിംഗോടുകൂടി തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവരവിടെ കഴിയുന്നത്. സുരക്ഷകൾ ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട് എല്ലായിടത്തും. കാരണം വെച്ചാൽ നമ്മുടെ ഭാഗത്ത് ഇസ്രായേലിന്റെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു പാളിച്ച വന്നത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു സംഭവിച്ചത് എന്നൊരു തിരിച്ചറിവ് ഉള്ളത് കൊണ്ട് സുരക്ഷകൾ എല്ലാം അതുപോലെ തന്നെയുണ്ട്. നല്ല ചെക്കിങ്ങും ബോർഡിംഗ് പ്ലേസുകളും എല്ലാം ചെക്കിങ് എല്ലാം കഴിയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇടയ്ക്ക് ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഒറ്റപ്പെട്ട ആൾക്കാർ ഇങ്ങോട്ട് കയറുന്നുണ്ട്. ലെബനാൻ ഭാഗത്ത് അതുപോലെ തന്നെ നമ്മുടെ ഗസ ബോർഡറിലും ഇപ്പോഴും സെക്യൂരിറ്റികളും മിലിറ്ററികളും എല്ലാം മാറി മാറി വിന്യസിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒറ്റപ്പെട്ട ആളുകൾ കയറി ഇസ്രായേലോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഇറാന്റെ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് കൂടുതലും സെക്യൂരിറ്റീസ് മിലിറ്ററി വൈസ് ആണെങ്കിലും ഗവൺമെന്റ് വൈസ് ആണെങ്കിലും ടെൽ അവീവ് എന്ന ഏരിയയിലോട്ടാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തിരിക്കുന്നത്. കാരണം ടെൽ അവീവ് ഏരിയയ്ക്കാണ്
രണ്ടാഴ്ച മുമ്പ് അവർ ഹൈ ത്രെഡ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ടെല്ലവീൽ ഏരിയയിലാണ് കൂടുതലും ആൾക്കാർ ഇപ്പൊ വിന്യസിച്ചിരിക്കുന്നതും. കൂടുതൽ ആരോ അല്ലെങ്കിൽ ഡേവിഡ് സ്ലിങ് അങ്ങനത്തെ എല്ലാം വിന്യസിച്ചിരിക്കുന്നതും ടെല്ലവീൽ ഏരിയയിലോട്ടാണ് അവരിപ്പോ. അവസാനമായിട്ട് ഒരു കാര്യം കൂടി. നമുക്കറിയാം, ഒരു ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ പോകുന്നു. ഹോളി ലാൻഡ് അവർക്ക് ഏറ്റവും വളരെ അമൂല്യമേറിയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. അതിനാൽ തന്നെ ഇപ്പോൾ സംഘർഷാവസ്ഥകൾ ഉണ്ട് എന്ന ഒരു ഫീലിംഗ് നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ പോലും അവിടേക്കുള്ള സന്ദർശകരുടെ ഒഴുക്ക് എത്രത്തോളമുണ്ട്? പ്രത്യേകിച്ച് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട്, ഈ സ്പിരിച്വൽ ടൂറിസം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സന്ദർശകരുടെ ഒഴുക്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവ് അതിനെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്? ഒരു കുറവും ഇവിടെ സംഭവിക്കുന്നില്ല. കാരണം വെച്ചാൽ ടൂറിസ്റ്റുകൾ ഇപ്പോഴും വരുന്നുണ്ട്. ഈവൻ വ്യോമമാർഗമാണെങ്കിലും വരുന്നുണ്ട്, അല്ല റോഡ് വഴിയാണെങ്കിലും ഇങ്ങോട്ട് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടാണ് നാട്ടിൽ നിന്ന് തന്നെ. അതായത് പെരുമ്പാവൂരിൽ നിന്നും ഈ പറഞ്ഞ എന്റെ വീട് രാമപുരമാണ്. രാമപുരം സ്വദേശത്തു നിന്ന് തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു ടൂറിസ്റ്റ് ആളുകൾ 50ഓളം ആളുകൾ ഇവിടെ വന്ന് സന്ദർശിച്ച് അവർ കടന്നുപോയൊരു സ്ഥലമാണ്. അങ്ങനത്തെ ടൂറിസ്റ്റുകൾക്ക് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നം വന്നിരിക്കുന്നത് 2 ആഴ്ച മുമ്പ് നമുക്ക് ഓൾറെഡി ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവരും റെഡി ആവണം. വ്യോമമാർഗം അവര് പെട്ടെന്ന് തന്നെ വിത്തൗട്ട് എനി പ്രയർ ഇൻഫർമേഷൻ തരാതെ തന്നെ അവർ ക്ലോസ് ചെയ്യും എന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായി. മേ ബി അത് ടൂറിസ്റ്റ് ഗൈഡൻസിനും കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഇതുവരെ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വരുന്നതിനോ പോകുന്നതിനോ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഞങ്ങളെ പോലെയുള്ള കെയർ ഗിവേഴ്സ് ഞങ്ങൾക്ക് നാട്ടിലോട്ട് പോകുന്നതിനും നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നതിനും ഇപ്പോഴും ഈ സമയത്തും ഒരു പ്രശ്നങ്ങളും ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല. ഓക്കെ, വളരെ നന്ദി ശ്രീമതി സിനി ജോസഫ് ഇസ്രായേലിൽ നിന്നും ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. സേഫായിട്ടിരിക്കുക എന്ന് ആശംസിക്കുന്നു. ഇസ്രായേലിലെ എല്ലാ മലയാളി സമൂഹത്തിനും ആ ഒരു ആശംസ തന്നെ കൈമാറുന്നു. വളരെ നന്ദി ഈ ഒരു ഘട്ടത്തിൽ ഷക്കീന ന്യൂസിനോട് പ്രതികരിച്ചതിന്. താങ്ക് യു. ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരിയിലേക്ക് ഏറ്റവും ലാസ്റ്റ് റൗണ്ടിൽ വരികയാണ്. നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു സർപ്രൈസ് ഇസ്രായേലിന്റെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും? നമുക്കറിയാം, നേരത്തെ ലെബനോനിൽ ഈ പേജറുകൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു അവസ്ഥ, ഈ 12 ഡേ വാറിന് മുമ്പ് തന്നെ മൊസാദ് ഇറാന്റെ ഉള്ളിൽ നടത്തിയ ചില ഓപ്പറേഷൻസ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സർപ്രൈസുകൾ നമുക്കിനി പ്രതീക്ഷിക്കാൻ സാധിക്കുമോ ഈ ഇറാനിൽ? സർപ്രൈസുകളാണല്ലോ, അത് അവർ മുൻകൂട്ടി പറയല. അപ്പോ ഇസ്രായേൽ ഈസ് അൺപ്രഡിക്റ്റബിൾ. അവരെന്ത് ചെയ്യും, അവരുടെ കാൽക്കുലേഷൻ എന്താണ്, ഖമനയുടെ മൂട്ടിൽ തന്നെ അവരുടെ ബോംബിരിക്കുന്നുണ്ടോ, അതൊന്നും നമുക്കറിയാൻ പാടില്ല. അപ്പൊ ഖമന എന്നുള്ളത് ഒരു ടാർഗറ്റ് ആണ് എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അത് ബങ്കർ ബസ്റ്റർ ബോംബ് വെച്ചിട്ടാണോ, അല്ല പേജർ വെച്ചിട്ടാണോ, അല്ലെങ്കിൽ ഖമനയുടെ കൂട്ടത്തിലുള്ളവരെ ഉപയോഗിച്ചിട്ടാണോ, എങ്ങനെയാണ് സംഭവിക്കാൻ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അത് സംഭവിച്ചേ പറ്റും. അപ്പൊ അത് നിശ്ചയമായിട്ടും ഇസ്രായേലിന്റെ ഭാഗത്ത് അതിനുള്ള ശ്രമങ്ങൾക്കുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അവരുടെ സർപ്രൈസുകൾ അത് സർപ്രൈസുകളായി തന്നെ നിലനിൽക്കും. അത് പേജർ ബോംബ് പോലെ ലോകത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത സമയത്തേ അത് സംഭവിക്കത്തുള്ളൂ. അത്തരം കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം അവർ അത്രത്തോളം ഈ കാര്യത്തിൽ കോൺഫിഡന്റ് ആയിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഒരു റെജീം ചേഞ്ച് തന്നെയാണ് ഈ ഒരു സംഘർഷാവസ്ഥയ്ക്കുള്ള. നിശ്ചയമായിട്ടും ഇനി റെജീം ചേഞ്ചിൽ കുറഞ്ഞ ഒരു കാര്യം കൊണ്ട് അമേരിക്ക വെറുതെ യുദ്ധം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. റെജീം ചേഞ്ചിൽ നടത്താൻ പറ്റുമെങ്കിൽ മാത്രമേ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം ഞാൻ വേറൊരു ടോപ്പിൽ പറഞ്ഞില്ല, ഇപ്പൊ ഇറാനിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവിടെ ഇപ്പൊ സ്ട്രീറ്റുകളിൽ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. അവര് കഴിഞ്ഞ വ്യാഴാഴ്ച അവിടെ ഒരു 40 ദിവസത്തെ ഒരു വ്രതം ആരംഭിച്ചിട്ടുണ്ട്. ആ മരിച്ചുപോയ ആളുകളുടെ കുടുംബാംഗങ്ങൾ മുഴുവൻ, ഏതെങ്കിലും തരത്തിൽ മരിച്ചുപോയവരുമായി ബന്ധമുള്ള ആളുകൾ മുഴുവൻ, അത് അവരുടെ ഒരു സിസ്റ്റമാണ്. നമ്മൾ പണ്ട് ബൈബിളിലൊക്കെ കാണുന്ന പോലെ ചാക്കുടുത്ത് ചാരം പൂശി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണിത്. അപ്പൊ അവര് ഒരു 40 ദിവസത്തെ വ്രതം, അത് നിലവിളി വ്രതം അല്ലെങ്കിൽ ദുഃഖവ്രതം എന്ന് പറയാവുന്ന വളരെ തീവ്രമായ ഒരു വ്രതത്തിലാണ്. ആ വ്രതത്തിന്റെ അവസാനത്തോടു കൂടി ഈ റജീം തകർന്നു വീഴും എന്നാണ് ആ വ്രതം എടുക്കുന്ന ആളുകൾ വിശ്വസിക്കുന്നത്. അതിന്റെ പ്രാർത്ഥനയും അതിനോടനുബന്ധിച്ചുള്ള ഡെമോൺസ്ട്രേഷൻസും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ തിയോക്രാറ്റിക് റജീം വരുന്ന 1979 മുൻപ് ഷായ്ക്കെതിരെ നടന്നിരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. അതിൽ ആ ഷായ്ക്കെതിരെ നടന്നിരുന്ന ഏറ്റവും അവസാനത്തെ ഒരു കാര്യം ആ 40 ദിവസത്തെ വ്രതമായിരുന്നു. അതിന് മുൻപുണ്ടായിരുന്ന ഒരു വിപ്ലവത്തിൽ ഏകദേശം 1500 ആളുകൾ ഷാ റജീമിന്റെ പട്ടാളക്കാരെ കൊന്നു കളഞ്ഞിരുന്നു. അപ്പൊ അവരുടെ ബന്ധുക്കളെല്ലാം കൂടി ഇതുപോലെ ഒരു 40 ദിവസത്തെ വ്രതമെടുത്ത് അതിന്റെ അവസാന ഭാഗത്താണ് ആ റജീം തകർന്നു വീണത്. അതുപോലെ തന്നെയുള്ള ഒരു സംഗതി പ്രതീക്ഷിക്കുന്നതായി കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇസ്രായേൽ ഒരു വലിയ ഡീറ്റെയിൽ ആയിട്ട് ലേഖനം ഉണ്ടായിരുന്നു ഇതിനെ സംബന്ധിച്ച്. അപ്പൊ അതില് അത്തരം ഒരു ആർട്ടിക്കിൾ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഇറാന്റെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പുറത്തേക്ക് അറിയാൻ കഴിയില്ല. കൂടാതെ ഇസ്രായേലിൽ ചെയ്തിരിക്കുന്നത് പോലെ ഒരു ഹൈ അലേർട്ട് ഇറാനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ ഹോസ്പിറ്റൽസിനോടും റെഡിയായിരിക്കാനും മാക്സിമം പേഷ്യൻസിനെ മാക്സിമം കാഷ്വാലിറ്റികൾ കൈകാര്യം ചെയ്യാനുള്ള റെഡിനെസ്സിലേക്ക് പോകാനുമുള്ള ഒരു അലേർട്ട് കഴിഞ്ഞ 12 മണിക്കൂറിനുള്ളിൽ ഇറാനിലെ എല്ലാ
ഹോസ്പിറ്റലുകൾക്ക് ലഭിച്ചതായി ന്യൂസ് പറഞ്ഞു വരുന്നുണ്ട്. അപ്പം അവരും ഇത് പ്രതീക്ഷിക്കുന്നു. അവരുടെ ഭാഗത്തുനിന്നും എന്ത് സംഭവിക്കാം, അത് എങ്ങനെ സംഭവിക്കും നമുക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പശ്ചിമേഷ്യയിലെ ആ ഒരു സംഘർഷാവസ്ഥയ്ക്ക് എത്രയും വേഗം തന്നെ പരിഹാരം കാണാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും അത് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ അവിടുത്തെ ആ ഒരു റെജീം ചേഞ്ച്, ആ ഒരു മേഖലയ്ക്ക് ആകമാനം തലവേദന സൃഷ്ടിക്കുന്ന ആ ഒരു റെജീമിനെ അത് മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു സമാധാനപരമായിട്ടുള്ളൊരു സൊല്യൂഷനിലേക്ക് അവിടുത്തെ ഒരു സംഘർഷാവസ്ഥ നയിക്കുവാൻ ലോകരാഷ്ട്ര നേതാക്കൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സാധാരണക്കാർ ജനങ്ങൾ അവിടെ സേഫായിട്ടിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ഡോക്ടർ സാബു തോമസ്, ഒപ്പം തന്നെ ശ്രീമതി സിനി ജോസഫ്, 3 പേർക്കും നന്ദി.